നീണ്ട 5 വർഷത്തിന് ശേഷം ലോക ഒന്നാം നമ്പർ ബാറ്ററാവുക. മണിക്കൂറുകളുടെ ഇടവേളയിൽ അതേ മത്സരത്തിൽ മറ്റൊരു ബാറ്റർ ആ റെക്കോർഡ് മറികടന്ന് 2-ൽ നിന്നും 1-ലേക്ക് എത്തുക. അതായത് ഒരാളുടെ ഒന്നാം നമ്പർ റാങ്കിങ്ങിന് കേവലം ആയുസ് മണിക്കൂറുകൾ മാത്രം എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. വിരാട് കോഹ്ലിയുടെ അവസ്ഥ, ഡാരിൽ മിച്ചലിന്റെ മനക്കരുത്ത്, കൺസിസ്റ്റൻസി. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം ഏകദിനത്തെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലേക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് കിവികൾ. ഡു ഓർ ഡൈ മാച്ചിൽ 7 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ തകർത്തെറിഞ്ഞത്. അതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ അവർ 1-1 എന്ന ഒപ്പമെത്തുകയും ചെയ്തിരിക്കുകയാണ്. KL രാഹുൽ പൊരുതി നേടിയ സെഞ്ചുറിയിൽ ഏറിക്കൊണ്ട് 285 റൺസിന്റെ വിജയലക്ഷ്യമാണ് കിവികൾക്ക് മുന്നിൽ ഇന്ത്യ നൽകിയത്. എന്നാൽ ലോക ക്രിക്കറ്റിലെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മധ്യതര ബാറ്ററായ ലോക ഒന്നാം നമ്പർ ബാറ്ററായ ഡാരിൽ മിച്ചലിന്റെ 131 നോട്ട് ഔട്ട് എന്ന സ്കോറിൽ 8ാം സെഞ്ചുറിയും അദ്ദേഹം നേടിയപ്പോൾ വിൽ യങ്ങിന്റെ 87 റൺസ് ഈ ഇന്നിംഗ്സും കിവികളുടെ വിജയം എളുപ്പമാക്കുകയായിരുന്നു. 47.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ അവർ വിജയ റൺസ് കുറിക്കുകയായിരുന്നു. എടുത്തു പറയേണ്ടത് ഈ വിജയത്തിൽ ഡാരിൽ മിച്ചലിനെ തന്നെയാണ്. ഇർഫാൻ പത്താൻ ട്വീറ്റ് ചെയ്തതുപോലെ, "The guy who made his ODI debut at the age of 30, now sitting at ICC number 2 in ranking, playing spin such ace, making Indian bowlers sweat regularly. This is Daryl Mitchell for you." ഈ ട്വീറ്റിലൊരു തിരുത്തുകൂടി വേണം. കാരണം നമുക്കറിയാം പത്താൻ്റെ ഈ ട്വീറ്റ് കളിക്കിടയിൽ വന്നതാണ്. കാരണം ഈ ഇന്നിങ്സ് അവസാനിച്ചപ്പോഴേക്കും അദ്ദേഹം 2ാം റാങ്കിങ്ങിൽ നിന്നും 1ാം നമ്പർ റാങ്കിങ്ങിലേക്ക് എത്തിയിരുന്നു. 30ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച ഡാരിൽ മിച്ചൽ ഇന്ത്യക്കാരെ വെള്ളം കുടിപ്പിച്ച കാഴ്ച. സ്റ്റെബിലിറ്റി, കമ്പോഷർ ആൻഡ് ക്ലാസ്. എ ടെക്സ്റ്റ് ബുക്ക് മാസ്റ്റർ ക്ലാസ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഈ ഇന്നിങ്സ്. അദ്ദേഹത്തിന്റെ അവസാന 10 ഇന്നിങ്സുകളിലെ സ്കോറുകൾ എടുത്തു നോക്കുമ്പോൾ 49, 63, 76, 18, 43, 78 നോട്ട് ഔട്ട്, 56 നോട്ട് ഔട്ട്, 44 നോട്ട് ഔട്ട്, 119, 84, ഇപ്പോൾ ഇതാ 131 നോട്ട് ഔട്ട്. അതും 114 എന്ന ആവറേജിലാണ് അദ്ദേഹത്തിന്റെ ഈ സ്കോറുകളൊക്കെയും പിറന്നത്. അതായത് 50-ൽ കുറവ് അദ്ദേഹം എടുത്തിട്ടുള്ളത് 2 പ്രാവശ്യം മാത്രമാണ്. ബാക്കിയുള്ള ഇന്നിങ്സുകളിലൊക്കെയും സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളുമായി കുതിക്കുകയായിരുന്നു ഡാരിൽ മിച്ചൽ. വേൾഡ്സ് ബെസ്റ്റ് നമ്പർ 4 അറ്റ് ദ മൊമെന്റ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഏകദിന ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 53 ഇന്നിങ്സിൽ നിന്നും 2553 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 57 എന്ന ആവറേജ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ 95.29 എന്ന മനോഹരമായ സ്ട്രൈക്ക് റേറ്റുമുണ്ട്. 8 സെഞ്ചുറികളും 12 ഫിഫ്റ്റികളും ഈ ഇന്നിങ്സുകളിലൊക്കെയും ഉൾക്കൊള്ളുന്നുണ്ട്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ ന്യൂസിലാൻഡ് ഹിസ്റ്ററി എന്ന് കൃത്യമായും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഇന്നിങ്സുകളാണ് ഡാരിൽ മിച്ചൽ ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേടിയിട്ടുള്ളത്. ഡാരിൽ കത്തിപ്പടർന്നപ്പോൾ വിരാട് കോഹ്ലി ആയിരുന്നു റാങ്കിങ്ങിൽ അദ്ദേഹം നഷ്ടത്തിൻ്റെ ആ ഒരു ദുര്യോഗം നേരിടേണ്ടി വന്നത്. ICC ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ തലപ്പത്തേക്ക് കയറിയ വിരാട് കോഹ്ലിക്ക് പക്ഷേ ഒരു ദിവസം പോലും ആ കിരീടം കാത്തു സൂക്ഷിക്കാനായില്ല. ന്യൂസിലാൻഡിനെതിരെ വഡോദരയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ വിരാട് കോഹ്ലി 93 റൺസുമായി കസറിയിരുന്നു. ഇതാണ് ഈ ഏകദിനത്തിന് തൊട്ടുമുമ്പ് വന്ന പുതിയ ICC ഏകദിന റാങ്കിങ്ങിൽ വിരാട് കോഹ്ലിയെ നമ്പർ 1 ആക്കി മാറ്റിയത്. ഡാരിൽ മിച്ചൽ 2ാം സ്ഥാനത്തും രോഹിത് ശർമ്മ 3ാമതുമായിരുന്നു ആ സമയത്ത് ഈ റാങ്കിങ്ങിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വിരാട് കോഹ്ലിയും ഡാരിൽ മിച്ചലും തമ്മിൽ വെറും 1 പോയിന്റിന്റെ മാത്രം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. കോഹ്ലിക്ക് 785, മിച്ചലിന് 784 പോയിന്റായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ പോയിന്റ് മെച്ചപ്പെടുത്തണമെങ്കിൽ ന്യൂസിലാൻഡുമായുള്ള 2ാം അംഗത്തിൽ വലിയൊരു ഇന്നിങ്സ് വിരാട് കോഹ്ലിക്ക് ആവശ്യമായിരുന്നു. പക്ഷേ അദ്ദേഹം 29 പന്തിൽ 23 റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു. അതോടെ കിവികളുടെ 2ാം ഇന്നിങ്സിൽ 25 റൺസിന് മുകളിൽ നേടിയാൽ തന്നെ ഡാരിൽ മിച്ചലിന് 1ാം റാങ്ക് ഉറപ്പായിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. സെഞ്ചുറി നേടി മിച്ചൽ കിവീസിനെ വിജയത്തിലേക്ക് നയിക്കുകയുണ്ടായി. അതോടെ വിരാട് കോഹ്ലിയെ പിന്തള്ളിക്കൊണ്ട് പുതിയ നമ്പർ 1 ബാറ്ററായി ഡാരിൽ മിച്ചൽ മാറുകയും ചെയ്തു. വെറും 4 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന നമ്പർ 1 സിംഹാസനം. അതേസമയം നമുക്കറിയാം വിരാട് കോഹ്ലി കഴിഞ്ഞ വർഷം UAEയിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ഏകദിന റാങ്കിങ്ങിൽ അദ്ദേഹം ആദ്യ 5-ൽ പോലും ഇല്ലാതിരുന്ന ആളാണ്. പക്ഷേ IPLന് ശേഷം ഒക്ടോബറിൽ ഓസ്ട്രേലിയക്കെതിരെ കളിച്ച പരമ്പരയിലൂടെ അദ്ദേഹം 1ാം റാങ്കിങ്ങിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുകയായിരുന്നു. പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിൽ ഡക്കിന് പുറത്തായ വിരാട് കോഹ്ലി 3ാം ഏകദിനത്തിൽ അപരാജിത 50+ സ്കോർ നേടിക്കൊണ്ട് ഫോമിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ഫോമിൻ്റെ ഒരു ഉത്തുംഗതയിലേക്കുള്ള യാത്രയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായുള്ള 3 ഏകദിനങ്ങളുടെ പരമ്പരയിൽ 2 സെഞ്ചുറികളും ഒരു 50+ സ്കോറും അദ്ദേഹം അടിച്ചെടുത്തു. പിന്നാലെ ന്യൂസിലാൻഡിനെതിരെയുള്ള ആദ്യ കളിയിൽ 93 റൺസും വിരാട് കോഹ്ലി നേടി. അതോടെ കരിയറിൽ 11ാം തവണയും അദ്ദേഹം നമ്പർ 1 ആയി മാറുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ആയുസ് അധികം ഉണ്ടായില്ല എന്നത് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടു. പ്രത്യേകിച്ചും ഡാരിൽ മിച്ചലിൻ്റെ ഈ ഫോം ഇങ്ങനെ തുടരുമ്പോൾ 117 പന്തിൽ 11 ഫോറും 2 സിക്സറും ഉൾപ്പെട്ടതായിരുന്നു ഡാരിൽ മിച്ചലിൻ്റെ ഈ ഇന്നിങ്സ്. 3ാം വിക്കറ്റിൽ ഡാരിൽ മിച്ചൽ യങ് ജോഡി 152 പന്തിൽ വാരിക്കൂട്ടിയ 162 റൺസാണ് മത്സരം ഇന്ത്യയിൽ നിന്നും തട്ടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ കിവീസിനെ സഹായിച്ചത്. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരാൾ KL രാഹുലാണ്. ഒരു ഘട്ടത്തിൽ 260 റൺസ് പോലും കടക്കുമോ എന്ന് സംശയിച്ച ഇന്ത്യയെ 7 വിക്കറ്റിന് 284 റൺസ് എന്ന
മാന്യമായ സ്കോറിലേക്ക്, ഒരു വിന്നിംഗ് ടോട്ടലിലേക്ക് എത്തിച്ചത് കണ്ണൂർ ലോകേഷ് രാഹുലിൻ്റെ ഗംഭീര ഇന്നിങ്സാണ്, അദ്ദേഹത്തിൻ്റെ ഗംഭീര സെഞ്ചുറിയാണ്. 5-ാം നമ്പറിൽ അദ്ദേഹം ഇറങ്ങുകയും 112 റൺസുമായി പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. 92 പന്തിൽ 11 ഫോറും ഒരു സിക്സറും അദ്ദേഹത്തിൻ്റെ ആ ഇന്നിങ്സിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 56 റൺസോടെ ഒരു 50യുമായി മികച്ച സംഭാവന നൽകുന്നു. മറ്റാരും തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ 30 റൺസ് പോലും തികച്ചില്ല എന്നതാണ് ഇന്ത്യക്ക് വിനയായത്. രവീന്ദ്ര ജഡേജ 27, രോഹിത് ശർമ്മ 24, വിരാട് കോഹ്ലി 23, നിതീഷ് കുമാർ റെഡ്ഡി 20 എന്നിവരാണ് രണ്ടക്കത്തിലേക്ക് എത്തിയ മറ്റുള്ളവർ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമായിരുന്നു രോഹിത് ഗിൽ സഖ്യം നൽകിയത്. ആദ്യ വിക്കറ്റിൽ 70 റൺസ് ടീം ടോട്ടലിലേക്ക് ചേർക്കാൻ ഇരുവർക്കും സാധിക്കുകയും ചെയ്തു. എന്നാൽ രോഹിത് ശർമ്മ പുറത്തായതോടെ പിന്നീട് കൂട്ട തകർച്ചയാണ് ഇന്ത്യൻ ടീമിന് നേരിടേണ്ടി വന്നത്. 48 റൺസിന്റെ രോഹിത്തും ഗില്ലും ശ്രേയസും വിരാട് കോഹ്ലിയും ഒക്കെയും പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഇന്ത്യ 4 വിക്കറ്റിന് 118ലേക്ക് കൂപ്പ് കുത്തുന്നു. ഇതോടെ ടീമിന്റെ റൺ റേറ്റും കുത്തനെ ഇടിയുന്നു. 5-ാം വിക്കറ്റിൽ രാഹുൽ ജഡേജ ജോഡി നേടിയ 73 റൺസാണ് പിന്നീട് ടീമിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ജഡേജ മടങ്ങിയ ശേഷം അടുത്ത വിക്കറ്റിൽ നിതീഷിനൊപ്പം ചേർന്നുകൊണ്ട് 57 റൺസ് കൂട്ടിച്ചേർക്കാനും രാഹുലിന് കഴിഞ്ഞു. ഇതാണ് ടീമിനെ 280 മുകളിലേക്കുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചത്. എങ്കിലും ഡാരിൽ മിച്ചലിന്റെ തകർപ്പൻ ഇന്നിംഗ്സോടുകൂടി ഇന്ത്യയുടെ ഈ സ്കോർ ന്യൂസിലാൻഡ് മറികടക്കുകയായിരുന്നു.